വെൽക്കം ബാക്ക് ടു ടി ടോക്സ്. മലയാള സിനിമയിൽ ജീവിച്ചു കാണിക്കുന്ന വിസ്മയം ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാലും ഇന്ന് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ്. വിരലിൽ എണ്ണാവുന്ന സിനിമകൾ കൊണ്ട് തന്നെ സ്വന്തമായ ഒരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ പ്രണവിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രണവ് മോഹൻലാലും ഒന്നിച്ച് സ്ക്രീൻ പങ്കിട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ കോംബോ ആദ്യമായി ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നത് 2002 പുറത്തിറങ്ങിയ ഒന്നാമൻ എന്ന ചിത്രത്തിലൂടെയാണ്. തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ മാസ് ആക്ഷൻ ചിത്രത്തിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് അവതരിപ്പിച്ചത്. ഇംഗ്ലീഷിന്റെ പുസ്തകം എവിടെ കൊണ്ടുവന്നില്ല. അധിക പ്രസംഗി പാർവതി ടീച്ചറിന്റെ മോനാന്ന് കരുതി ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. പോയ പുസ്തകം എടുത്തോണ്ട് വാ. പറഞ്ഞത് കേട്ടില്ലേ? ടീച്ചർ തന്നെ പോയി എടുത്തോണ്ട് വാ. രവിശങ്കർ എന്ന നായക കഥാപാത്രത്തിന്റെ ലാലേട്ടൻ സ്റ്റൈലിലുള്ള ആക്ഷൻ സീനുകളൊക്കെ വളരെ മനോഹരമായി തന്നെ പ്രണവ് ആ കൊച്ചു പ്രായത്തിൽ ചെയ്തു വെച്ചു. പ്രണവിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. 2009 അമൽ നീരദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തകർപ്പൻ സ്റ്റൈലിഷ് ചിത്രമായിരുന്നു സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ്. ലാലേട്ടൻ മാസ് ലുക്കിൽ തകർത്താടിയ ഈ സിനിമയിൽ പ്രണവ് ഒരു പ്രധാന വേഷത്തിൽ എത്തിയില്ലെങ്കിലും ഒരു ചെറിയ കാമിയോ റോളിൽ വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചു. ചിത്രത്തിലെ പാട്ടിന്റെ ഇടയിൽ റോഡിലൂടെ നടന്നു പോകുന്ന ഒരു യുവാവായിട്ടാണ് പ്രണവ് പ്രത്യക്ഷപ്പെടുന്നത്. തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് ആ സീനിന് ലഭിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവർ രണ്ടുപേരും പൂർണ്ണമായ രീതിയിൽ സ്ക്രീൻ സ്പേസ് പങ്കിട്ട അല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തെക്കുറിച്ചാണ്. അതാണ് പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ചിത്രത്തിൽ ലാലേട്ടൻ അവതരിപ്പിച്ച കുഞ്ഞാലി മരക്കാരുടെ ചെറുപ്പകാലം അവതരിപ്പിച്ചത് പ്രണവായിരുന്നു. പ്രണവിന്റെ പ്രകടനവും പ്രത്യേകിച്ച് ആ ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും ഡാൻസുകളും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. ഒരേ കഥാപാത്രത്തിന്റെ രണ്ട് പ്രായങ്ങളെ അച്ഛനും മകനും ചേർന്ന് മനോഹരമാക്കിയ കാഴ്ചയായിരുന്നു മരക്കാറിലൂടെ മലയാളികൾ കണ്ടത്. ഒന്നാമൻ സിനിമയ്ക്ക് ശേഷം പ്രണവ് വീണ്ടും ലാലേട്ടന്റെ കുട്ടിക്കാലം അഭിനയിച്ച ചിത്രം കൂടിയാണിത്. ഇതുകൂടാതെ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട്. പ്രണവ് മോഹൻലാൽ നായകനായി അരങ്ങേറിയ ആദി എന്ന ചിത്രത്തിൽ ലാലേട്ടൻ ഒരു അതിഥി വേഷത്തിലെത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. ഓർഡർ ചെയ്തോ? ഭാവിയിൽ ഇവർ രണ്ടുപേരും ഫുൾ ലെങ്ത് വേഷങ്ങളിൽ അച്ഛനും മകനുമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾക്ക് ഈ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ ഏതായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ടി ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.